നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മയക്കുമരുന്നും അന്യസംസ്ഥാന മദ്യവും കടത്തിയ കേസിൽ പ്രതിക്ക് 7 വർഷം കഠിന തടവ് ശിക്ഷ. ആറങ്ങാടി സ്വദേശി അബ്ദുൽ ഷഫീഖിനെയാണ് ജില്ലാ സെഷൻസ് കോടതി ശിക്ഷിച്ചത്. കാസർഗോഡ് നെല്ലിക്കുന്ന് തങ്ങൾ ഉപ്പാപ്പ ഉറൂസ് ജനുവരി 7 മുതൽ 11 ദിവസങ്ങളിലായി നടക്കും. മതപ്രഭാഷണ പരമ്പരയിൽ പ്രമുഖ വാഗ്മികളും സൂഫി വര്യരും പങ്കെടുക്കും. COA കാസർഗോഡ് മേഖലാ ജനറൽ ബോഡി യോഗം നടന്നു. ഇതോടൊപ്പം ടെക്നിക്കൽ വർക്ക്ഷോപ്പും സംഘടിപ്പിച്ചു. ജില്ലാ പ്രസിഡന്റ് VV മനോജ് ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് ഇന്നോവ കാറിൽ മാലിന്യം ചാക്കുകളിലായി നിറച്ചുകൊണ്ടുവന്ന് ദേശീയപാതയ്ക്കരികിൽ തള്ളിയ യുവാവിനെ കണ്ടെത്തി. 25,000 രൂപ പിഴ ചുമത്തി. കേരളത്തിലെ രണ്ടാമത്തേതും കാസർഗോഡ് ജില്ലയിലെ ആദ്യത്തേതുമായ വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ് പ്രവൃത്തിയുടെ ഉദ്ഘാടനം നടന്നു. മഞ്ചേശ്വരം MLA AKM അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. തദ്ദേശ തിരഞ്ഞെടുപ്പ് അടുക്കവേ കുമ്പളയിൽ പഞ്ചായത്ത് പ്രസിഡന്റാകുവാൻ പ്രമുഖർ രംഗത്ത്. വിവിധ രാഷ്ട്രീയ പാർട്ടികളിലെ പ്രമുഖർ തങ്ങളുടെ സാധ്യതകൾ ഉറപ്പിക്കുവാനുള്ള തത്രപ്പാടിൽ. സംസ്ഥാന ഇൻക്ലൂസീവ് കായികമേളയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച കാസർഗോഡ് ജില്ലാ ടീമിന് സ്വീകരണം നൽകി. ചെറുവത്തൂർ റെയിൽവേ സ്റ്റേഷനിലായിരുന്നു സ്വീകരണം. വാർത്തകൾ വിശദമായി. കാസർഗോഡ് മയക്കുമരുന്നും അന്യസംസ്ഥാന മദ്യവും കടത്തിയ കേസിൽ പ്രതിക്ക് ശിക്ഷ. ആറങ്ങാടി സ്വദേശി അബ്ദുൽ ഷഫീഖിനെയാണ് കാസർഗോഡ് ജില്ലാ സെഷൻസ് കോടതി ശിക്ഷിച്ചത്. 7 വർഷം കഠിന തടവിനും 1 ലക്ഷം രൂപ പിഴയടക്കുവാനുമാണ് ശിക്ഷിച്ചത്. പിഴ അടച്ചില്ലെങ്കിൽ 1 വർഷം കഠിന തടവും അനുഭവിക്കണം. 2019 ഫെബ്രുവരി 13 കേസിനാസ്പദമായ സംഭവം. കർണാടക സുള്ളിയിൽ നിന്നും കാസർഗോഡ് ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറിൽ നിന്നാണ് മയക്കുമരുന്നുകളും മദ്യക്കുപ്പികളും കണ്ടെത്തിയത്. ആദൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കുണ്ടാറിൽ നടത്തിയ പരിശോധനയിലാണ് പ്രതി പിടിയിലായത്. ഇയാളിൽ നിന്ന് 12.220 ഗ്രാം മെത്താഫിറ്റാമിൻ മയക്കുമരുന്നും 2 കുപ്പി കർണാടക നിർമ്മിത വിദേശ മദ്യവും കണ്ടെടുത്തു. ആദൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ ഇൻസ്പെക്ടർമാരായ മാത്യു MA, AV ജോൺ എന്നിവർ അന്വേഷണം നടത്തി. കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത് ഇൻസ്പെക്ടർ പ്രേം സദറാണ്. ലഹരിക്കടത്ത് കേസിൽ പ്രതിയായ കാഞ്ഞങ്ങാട് ആറങ്ങാടി സ്വദേശി അബ്ദുൽ ഷഫീഖിന് 7 വർഷം കഠിന തടവിനും 1 ലക്ഷം രൂപ പിഴയുമാണ് ശിക്ഷ. പിഴ അടച്ചില്ലെങ്കിൽ 1 വർഷം കഠിന തടവും അനുഭവിക്കണം. കാസർഗോഡ് ജില്ലാ സെഷൻസ് കോടതി ജഡ്ജ് സാനു S പണിക്കരാണ് ശിക്ഷ വിധിച്ചത്. പ്രോസിക്യൂഷന് വേണ്ടി അഡ്വക്കേറ്റ് P വേണുഗോപാലൻ ഹാജരായി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് നെല്ലിക്കുന്ന് തങ്ങൾ ഉപ്പാപ്പ ഉറൂസ് ജനുവരി 7 മുതൽ 11 ദിവസങ്ങളിലായി നടക്കും. മതപ്രഭാഷണത്തിൽ പ്രമുഖ വാഗ്മികളും സൂഫി വര്യരും പങ്കെടുക്കും. 2 വർഷത്തിലൊരിക്കൽ നടക്കുന്ന ഉറൂസിനായുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചതായി ഉറൂസ് കമ്മിറ്റി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. തങ്ങൾ ഉപ്പാപ്പ ഉറൂസ് കാസർഗോഡ് നെല്ലിക്കുന്ന് മുഹിയുദ്ദീൻ ജുമാഅത്ത് പള്ളിയിൽ 2026 ജനുവരി 7 ആരംഭിക്കും. മുഹിയുദ്ദീൻ ജുമാഅത്ത് പള്ളി അങ്കണത്തിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മുഹമ്മദ് ഹനീഫ് വലിയുല്ലാഹി തങ്ങൾ ഉപ്പാപ്പയെ ഓർക്കുവാൻ 2 വർഷത്തിലൊരിക്കലുള്ള ഒത്തുകൂടലാണ് ഉറൂസ്. ജാതിമത ഭേദമന്യേ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഭക്തജനങ്ങളുടെ പങ്കാളിത്തമാണ് തങ്ങൾ ഉപ്പാപ്പ ഉറൂസിൻ്റെ പ്രത്യേകത. ജീവിതകാലത്ത് എല്ലാ മതസ്ഥർക്കും ആശ്രയകേന്ദ്രമായി വർത്തിച്ച തങ്ങൾ ഉപ്പാപ്പയുടെ സ്മരണയ്ക്കായി കൊണ്ടാടുന്ന ഉറൂസിൻ്റെ ദിനരാത്രങ്ങൾ ബഹുസ്വരത എന്ന മഹത്തായ ആശയം അന്വർത്ഥമാക്കുന്നതാണ്. ജനുവരി 7 മുതൽ 11 ദിവസം ഉറൂസ് പ്രമാണിച്ച് മതപ്രഭാഷണം ഉണ്ടായിരിക്കും. പ്രമുഖ വാഗ്മികളും പണ്ഡിതന്മാരും സൂഫി വര്യരും സംബന്ധിക്കും. ജനുവരി 18 രാവിലെ ഏറ്റവും വലിയ പുരുഷാരം എത്തും. അന്ന് 1 ലക്ഷത്തിലധികം പേർക്ക് നെയ്ച്ചോർ പൊതികൾ വിതരണം ചെയ്യുന്നതോടെ ഉറൂസ് സമാപിക്കും. ഉറൂസിനായി വിപുലമായ തയ്യാറെടുപ്പുകളാണ് നടത്തിവരുന്നതെന്ന് ഉറൂസ് കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു. നെല്ലിക്കുന്ന് മൊയ്തീൻ ജുമാഅത്ത് പള്ളിയിൽ തങ്ങൾ ഉപ്പാപ്പ ഉറൂസ് 2026 ജനുവരി 7 ആരംഭിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം 2026 ജനുവരി 7 മുതൽ 11 ദിവസം നീണ്ടു നിൽക്കുന്ന മതപ്രസംഗം ഉണ്ടാവും. അപ്പോൾ 18-ാം തീയതി ആണ് സമാപനം. രാവിലെ ഇങ്ങനെ അന്നദാനത്തോടുകൂടി ഉറൂസ് സമാപിക്കും. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ നമ്മുടെ നാട്ടിൽ ഒരുപാട് ഉറൂസുകൾ നടക്കുന്നുണ്ട്. ആ ഉറൂസുകളിൽ നിന്നൊക്കെ ഈ തങ്ങളെ ഉപ്പാപ്പ ഉറൂസിലുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാ വിഭാഗത്തിലെയും ആളുകൾ ധാരാളമായി പങ്കെടുക്കുന്ന ഒരു ഉറൂസാണ് നെല്ലിക്കുന്ന് തങ്ങൾ ഉപ്പാപ്പ ഉറൂസ്.
തങ്ങളുപ്പാപ്പ ഉറൂസ് കമ്മിറ്റി പ്രസിഡന്റ് ടി.എ. മഹമ്മൂദ് ഹാജി, ജനറൽ സെക്രട്ടറി എൻ.എ. നെല്ലിക്കുന്ന് എം.എൽ.എ, ട്രഷറർ അഷ്റഫ് സി.എം, നെല്ലിക്കുന്ന് മുഹിയുദ്ദീൻ ജുമാ മസ്ജിദ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി ഹനീഫ് നെല്ലിക്കുന്ന്, ട്രഷറർ എൻ.എ. ഹമീദ്, വളണ്ടിയർ കോർ ജനറൽ സെക്രട്ടറിമാരായ കുഞ്ഞാമു കട്ടപ്പണി, ഹനീഫ് എം.എ, പബ്ലിസിറ്റി കമ്മിറ്റി ചെയർമാൻ എൻ.എ. ഇക്ബാൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് മേഖല ജനറൽ ബോഡി യോഗം നടന്നു. ഇതോടൊപ്പം ടെക്നിക്കൽ വർക്ക്ഷോപ്പും സംഘടിപ്പിച്ചു. കാസർഗോഡ് ബീരന്തവയൽ IMA ഹാളിൽ നടന്ന വർക്ക്ഷോപ്പ് COA ജില്ലാ പ്രസിഡന്റ് VV മനോജ് ഉദ്ഘാടനം ചെയ്തു. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് മേഖല ജനറൽ ബോഡി യോഗവും ടെക്നിക്കൽ വർക്ക്ഷോപ്പും കാസർഗോഡ് ബീരന്തവയൽ IMA ഹാളിൽ നടന്നു. ബ്രോഡ്ബാൻഡ് രംഗത്ത് മാറിവരുന്ന സാങ്കേതിക മാറ്റം സംബന്ധിച്ച് ഓപ്പറേറ്റർമാർക്കും ടെക്നീഷ്യനും അവബോധം ഉണ്ടാക്കുന്നതിനും കുറ്റമറ്റതും മെച്ചപ്പെട്ടതുമായ സേവനവും വരിക്കാർക്ക് ലഭ്യമാക്കുന്നതിനായി നടന്ന ടെക്നിക്കൽ വർക്ക്ഷോപ്പ് DBC സൗത്ത് ഇന്ത്യ ബിസിനസ് ഹെഡ് രാജേഷ് ചന്ദ്രൻ ക്ലാസ് എടുത്തു. COA ജില്ലാ പ്രസിഡന്റ് VV മനോജ് വർക്ക്ഷോപ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കേരള വിഷൻ ചാനൽ ഡയറക്ടർ ഷുക്കൂർ കോളിക്കര, COA ജില്ലാ സെക്രട്ടറി ഹരീഷ് P. നായർ, സംസ്ഥാന കമ്മിറ്റി അംഗം സതീഷ് K. പാക്കം, CCN ചെയർമാൻ പ്രദീപ് കുമാർ K. എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. COA മേഖലാ പ്രസിഡന്റ് ദിവാകര K. അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി പാർത്ഥസാരഥി റിപ്പോർട്ട് അവതരിപ്പിച്ചു. ട്രഷറർ ചിത്രാജി സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് ഇന്നോവ കാറിൽ മാലിന്യം ചാക്കുകളിലായി നിറച്ച് കൊണ്ടുവന്ന് ദേശീയപാതയ്ക്കരികിൽ തള്ളിയ യുവാവിനെ കണ്ടെത്തി. മുട്ടം സ്വദേശി മോനുവാണ് മാലിന്യം തള്ളിയത്. ഇയാൾക്ക് 25,000 രൂപ പിഴ ചുമത്തി. മാലിന്യത്തിന്റെ വലിയ ചാക്കുകെട്ടുകൾ 2 പേർ ഇന്നോവ കാറിൽ കൊണ്ടുവന്ന് തള്ളുന്ന വീഡിയോ ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം വ്യാപകമായി പ്രചരിച്ചിരുന്നു. മാലിന്യ പ്രശ്നം രൂക്ഷമായ സമയത്ത് ഇത്തരത്തിൽ മാലിന്യം തള്ളുന്ന ദൃശ്യങ്ങൾ വലിയ രീതിയിലുള്ള ചർച്ചകൾക്ക് വഴിവെക്കുകയും മാലിന്യം തള്ളിയവരെ കണ്ടെത്തുവാൻ ആവശ്യമുയരുകയും ചെയ്തിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ മംഗൽപാടിയിലാണ് കാറിൽ ചാക്കുകണക്കിന് മാലിന്യം കൊണ്ടുവന്ന് റോഡരികിലേക്ക് വലിച്ചെറിഞ്ഞതെന്ന് കണ്ടെത്തി. പഞ്ചായത്ത് അധികൃതർ നടത്തിയ അന്വേഷണത്തിൽ മുട്ടം സ്വദേശി മോനുവാണ് മാലിന്യം തള്ളിയതെന്നും വ്യക്തമായി. തുടർന്ന് ഇയാൾക്ക് 25,000 രൂപ പിഴ ചുമത്തി. മംഗൾപാടി പഞ്ചായത്തിൽ റോഡരികിൽ മാലിന്യം തള്ളുന്നത് പതിവാണെന്നാണ് നാട്ടുകാരുടെ ആരോപണം. മാലിന്യം തള്ളുന്നവരെ കണ്ടെത്തണമെന്നും ഇവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കേരളത്തിലെ രണ്ടാമത്തേതും കാസർഗോഡ് ജില്ലയിലെ ആദ്യത്തേതുമായ വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ് പ്രവൃത്തിയുടെ ഉദ്ഘാടനം നടന്നു. ഉപ്പളയിലെ മുളിഞ്ച GLP സ്കൂളിന് സമീപത്താണ് ഈ ആധുനിക ശുദ്ധജല ശുദ്ധീകരണ കേന്ദ്രം നിർമ്മിക്കുന്നത്. പ്രവൃത്തി ഉദ്ഘാടനം മഞ്ചേശ്വരം MLA AKM അഷ്റഫ് നിർവഹിച്ചു. മംഗൽപാടി പഞ്ചായത്തിലെ ഫ്ളാറ്റ് നിവാസികളുടെ ദീർഘകാല സ്വപ്നമായ വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ് ഒടുവിൽ യാഥാർത്ഥ്യമാകുന്നു. മുളിഞ്ച GLP സ്കൂളിന് സമീപം നിർമ്മിക്കുന്ന ഈ ആധുനിക ശുദ്ധജല ശുദ്ധീകരണ കേന്ദ്രത്തിന്റെ പ്രവൃത്തി ഉദ്ഘാടനം മഞ്ചേശ്വരം MLA AKM അഷ്റഫ് നിർവഹിച്ചു. മംഗൽപാടി പഞ്ചായത്ത് പ്രസിഡന്റ് റുബീന നൌഫൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ കളക്ടർ ഇമ്പശേഖർ മുഖ്യാതിഥിയായിരുന്നു. മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഷമീന ടീച്ചർ, വൈസ് പ്രസിഡന്റ് PB ഹനീഫ്, ജില്ലാ പഞ്ചായത്ത് അംഗം റഹ്മാൻ ഗോൾഡൻ, പഞ്ചായത്തിലെ ജനപ്രതിനിധികൾ, ഫ്ളാറ്റ് പ്രതിനിധികൾ, ജോയിന്റ് ഡയറക്ടർ LSGDR ഷൈനി, ശുചിത്വ മിഷൻ ജില്ലാ കോർഡിനേറ്റർ ജയൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ചടങ്ങിൽ വാർഡ് മെമ്പർ ഷെരീഫ് TM സ്വാഗതം പറഞ്ഞു. 2010-2015 കാലഘട്ടത്തിലെ ഭരണസമിതിയുടെ ദീർഘവീക്ഷണത്തോടെയുള്ള ശ്രമങ്ങളാണ് ഈ പദ്ധതിക്ക് അടിത്തറയിട്ടത്. അന്നത്തെ പ്രസിഡന്റ് ആയിഷത്ത് താഹിറയും വൈസ് പ്രസിഡന്റ് MK അലി മാസ്റ്ററും മുന്നോട്ട് നയിച്ച ഭരണസമിതിയുടെ കീഴിൽ പാവൂർ മുഹമ്മദ് ഹാജി ചെയർമാനായും UK യൂസഫ് കൺവീനറായും ചേർന്ന ഫ്ളാറ്റ് നിവാസികളുടെ കൂട്ടായ്മ 2013 15,50,000 രൂപ ചിലവിൽ 30 സെന്റ് സ്ഥലം വാങ്ങി പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരുന്നു. തുടർന്ന് 2015 പ്രസിഡന്റ് ഷാഹുൽ ഹമീദ് ബന്ദിയോടും വൈസ് പ്രസിഡന്റ് ജമീലയും നേതൃത്വം നൽകിയ ഭരണസമിതി 82 ലക്ഷം രൂപയുടെ പദ്ധതി പ്രമേയം സമർപ്പിച്ചു. എന്നാൽ ചില സാങ്കേതിക കാരണങ്ങളാൽ പദ്ധതി മന്ദഗതിയിലായിരുന്നു. 2020 പുതിയ ഭരണസമിതി കാര്യക്ഷമമായി ഇടപെട്ടതോടെ പദ്ധതിയുടെ DPR പുനഃസംവിധാനിച്ച് 3.86 കോടി രൂപയുടെ പുതിയ പദ്ധതി രൂപപ്പെടുത്തി നടപ്പിലാക്കുകയും ചെയ്തു. ഈ പദ്ധതി യാഥാർത്ഥ്യമായാൽ മംഗൽപാടി പഞ്ചായത്തിന്റെ മാലിന്യ പ്രശ്നം 99% വരെ പരിഹരിക്കപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.
തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുക്കവേ കുമ്പളയിൽ പഞ്ചായത്ത് പ്രസിഡന്റാക്കുവാൻ പ്രമുഖർ രംഗത്ത്. വിവിധ രാഷ്ട്രീയ പാർട്ടികളിലെ പ്രമുഖർ തങ്ങളുടെ സാധ്യതകൾ ഉറപ്പിക്കുവാനുള്ള തത്രപ്പാടിലാണ്. പ്രസിഡന്റ് കുപ്പായം തുന്നി പലരും രംഗത്ത് വന്നിട്ടുണ്ടെന്നതാണ് ഇപ്പോഴത്തെ പ്രധാന ചർച്ചാ വിഷയം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള പൊതുതിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ കുമ്പള പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം ലക്ഷ്യമിട്ട് നേതാക്കൾക്കിടയിൽ അണിയറ നീക്കങ്ങൾ സജീവമായി. വിവിധ രാഷ്ട്രീയ പാർട്ടികളിലെ പ്രമുഖർ തങ്ങളുടെ സാധ്യതകൾ ഉറപ്പിക്കുവാനുള്ള തത്രപ്പാടിലാണ്. പ്രസിഡന്റ് കുപ്പായം തുന്നി പലരും രംഗത്ത് വന്നിട്ടുണ്ടെന്നതാണ് ഇപ്പോഴത്തെ പ്രധാന ചർച്ചാ വിഷയം. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുകയും ചിഹ്നം അനുവദിച്ചുള്ള കരട് വിജ്ഞാപനം പുറപ്പെടുവിക്കുകയും ചെയ്തതോടെ തെരഞ്ഞെടുപ്പ് ചൂട് വർദ്ധിച്ചു. സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ ഔദ്യോഗികമായി തുടങ്ങിയിട്ടില്ലെങ്കിലും സീറ്റ് വിഭജനത്തെക്കുറിച്ചും ജയസാധ്യതയുള്ളവരെക്കുറിച്ചുമുള്ള അനൗദ്യോഗിക ചർച്ചകൾ ഗ്രാമങ്ങളിലും നഗരങ്ങളിലും സജീവമാണ്. പ്രസിഡന്റ് ചെയർപേഴ്സൺ സ്ഥാനങ്ങൾക്കുള്ള സംവരണം സംബന്ധിച്ച വിജ്ഞാപനവും പുറത്തുവരുന്നതോടെ ഓരോ തദ്ദേശ സ്ഥാപനങ്ങളിലെയും അധികാരം ആർക്ക് ലഭിക്കുമെന്ന ആകാംക്ഷ വർദ്ധിച്ചിട്ടുണ്ട്. ജില്ലാ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തുകളിലും നഗരസഭകളിലും കോർപ്പറേഷനുകളിലുമായി ആകെ 2220 ജനപ്രതിനിധികളെയാണ് തെരഞ്ഞെടുപ്പിലൂടെ കണ്ടെത്തേണ്ടത്. കഴിഞ്ഞ തവണ ഭരണം കൈയാളിയ പാർട്ടികൾക്ക് ഭരണം നിലനിർത്തേണ്ടതും പ്രതിപക്ഷത്തിന് ഭരണം പിടിച്ചെടുക്കേണ്ടതും ഈ തിരഞ്ഞെടുപ്പിൽ നിർണായകമാണ്. അടുത്ത ദിവസങ്ങളിൽ മുന്നണി തലത്തിലും പാർട്ടി തലത്തിലും സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച നിർണായക യോഗങ്ങൾ നടക്കും. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റാകുവാൻ കച്ചകെട്ടി നിരവധി പേർ കുമ്പളയിലും രംഗത്തുണ്ട്. കാലങ്ങളായി പാർട്ടിയുടെ വിവിധ ഘടകങ്ങളിലൂടെ ഉയർന്നു വന്ന 2 നേതാക്കളാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പിടിമുറുക്കുന്നത്. കുമ്പള പഞ്ചായത്ത് 3-ാം വാർഡ് കക്കളം കുന്നിലെ MP ഖാലിദ്, യൂത്ത് ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ്, മണ്ഡലം ട്രഷറർ, മണ്ഡലം പ്രസിഡന്റ്, പ്രവാസി ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ്, മുസ്ലിം ലീഗ് വാർഡ് പ്രസിഡന്റ്, ജില്ലാ കൗൺസിൽ അംഗം തുടങ്ങിയ സ്ഥാപനങ്ങളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചയാളാണ്. ഇപ്പോൾ മഞ്ചേശ്വരം മണ്ഡലം മുസ്ലിം ലീഗ് സെക്രട്ടറിയുമാണ് ഇദ്ദേഹം. പഞ്ചായത്ത് 4-ാം വാർഡ് ബംബ്രാണയിലെ AK മാരിഫാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പിടിമുറുക്കിയ മറ്റൊരാൾ. സ്കൂൾ യൂണിറ്റ് MSF ജനറൽ സെക്രട്ടറി പദത്തിൽ തുടങ്ങി ഗോവിന്ദപ്പൈ കോളേജിലെ യൂണിറ്റ് പ്രസിഡന്റ്, കുമ്പള പഞ്ചായത്ത് MSF ജനറൽ സെക്രട്ടറി, മഞ്ചേശ്വരം മണ്ഡലം MSF പ്രസിഡന്റ്, MSF ജില്ലാ ട്രഷറർ, യൂത്ത് ലീഗ് കുമ്പള പഞ്ചായത്ത് പ്രസിഡന്റ്, മണ്ഡലം ജനറൽ സെക്രട്ടറി എന്നീ പദവികൾ വഹിച്ചതിന് ശേഷം മുസ്ലിം ലീഗ് മഞ്ചേശ്വരം മണ്ഡലം സെക്രട്ടറിയായും കഴിവ് തെളിയിച്ച വ്യക്തിയാണ് ആരിഫ്. നിലവിൽ മണ്ഡലം മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറിയായി തുടരുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. സംസ്ഥാന പാരാ സ്വിമ്മിംഗ് ചാമ്പ്യൻഷിപ്പിൽ 3 ഇനങ്ങളിൽ 1-ാം സ്ഥാനം നേടി കാസർഗോഡിന് അഭിമാനമായി ചെമ്മനാട് സ്വദേശി TA സൈനുദ്ദീൻ. തൃശൂർ അക്വാറ്റിക് കോംപ്ലക്സിൽ നടന്ന സംസ്ഥാന ചാമ്പ്യൻഷിപ്പിൽ 50 മീറ്റർ ബാക്ക് സ്ട്രോക്ക്, 100 മീറ്റർ ഫ്രീ സ്റ്റൈൽ, 100 മീറ്റർ ബെസ്റ്റ് സ്ട്രോക്ക് എന്നിവയിലാണ് സ്വർണ്ണ മെഡൽ നേട്ടം കരസ്ഥമാക്കിയത്. ഇപ്പോൾ ദേശീയ മത്സരത്തിനുള്ള തയ്യാറെടുപ്പിലാണ് 58-കാരനായ സൈനുദ്ദീൻ. നവംബർ 15 മുതൽ 18 വരെ ഹൈദരാബാദിലെ ഗാച്ചിബൗളിയിൽ GMC ബാലയോഗി സ്പോർട്സ് കോംപ്ലക്സിലാണ് ദേശീയ മത്സരം. പക്ഷേ അതിൽ പങ്കെടുക്കാൻ യാത്രയ്ക്കടക്കമുള്ള ചെലവ് കണ്ടെത്താനാകാതെ പ്രയാസപ്പെടുകയാണ് ഈ കായിക താരം. വിജയിക്കാമെന്ന ആത്മവിശ്വാസം മാത്രമാണ് ഇപ്പോൾ കയ്യിലുള്ളതെന്നും 1,00,000 രൂപ വരെ ചെലവ് പ്രതീക്ഷിക്കുന്നതിനാൽ സ്പോൺസറെ കിട്ടിയാൽ അത് വലിയ സഹായമാകുമെന്നും രാജ്യത്തിനായി ലോക ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കണമെന്നാണ് ആഗ്രഹമെന്നും സൈനുദ്ദീൻ പറഞ്ഞു. ദേശീയ ചാമ്പ്യൻഷിപ്പിലേക്കുള്ള യാത്രയിൽ മുഴുവൻ തുകയും സ്വന്തമായി കണ്ടെത്തണമെന്ന് കഴിഞ്ഞ ദിവസമാണ് സ്പോർട്സ് കൗൺസിലിൽ നിന്ന് അറിയിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. വിവിധ ഇനങ്ങളിലായി കേരളത്തിൽ നിന്ന് 20 അംഗ സംഘമാണ് ഹൈദരാബാദിലേക്ക് പോകുക. ഡിഫറൻ്റ്ലി ഏബിൾഡ് പീപ്പിൾസ് ലീഗ് DAPL ജില്ലാ ജനറൽ സെക്രട്ടറി കൂടിയായ സൈനുദ്ദീന് സഹായം കണ്ടെത്താൻ സംഘടനയും രംഗത്തുണ്ട്. പാരാ സ്വിമ്മിങ്ങിൻ്റെ ചാമ്പ്യൻഷിപ്പിൽ വിജയിച്ചവർക്ക് ഇതിനുള്ള ഫണ്ട്, ദേശീയ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാനുള്ള ഫണ്ട് നൽകുന്നില്ല. പിന്നീട് റീഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാം എന്നുള്ളൊരു വാക്കാൽ ഒരു ധാരണ ഉണ്ട്. എങ്കിലും പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഭാരിച്ച ചെലവ് അവരവർ സ്വന്തം എടുക്കണമെന്നുള്ള നിബന്ധനയാണ് അവർ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. നിങ്ങൾക്കറിയാം, ഭിന്നശേഷിക്കാരനായിട്ടുള്ള സൈനുദ്ദീന് ഇക്കാര്യത്തിൽ ചില ബുദ്ധിമുട്ടുകളുണ്ട്. അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ കൂടെ നിൽക്കുമെങ്കിലും കാസർകോട്ടെ പൊതുസമൂഹം, പൗരാവലി മൊത്തത്തിൽ അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നല്ലൊരു സ്പോൺസർ അദ്ദേഹത്തിന് വേണ്ടി തയ്യാറായാൽ മാത്രമേ തുടർന്നുള്ള ദേശീയ ചാമ്പ്യൻഷിപ്പ് മാത്രമല്ല ഇൻ്റർനാഷണൽ ചാമ്പ്യൻഷിപ്പിന് കൂടി അദ്ദേഹത്തിന് പോകണമെന്ന ആഗ്രഹമുണ്ട്. അദ്ദേഹത്തിൻ്റെ കഴിവ് ലോകം അറിയണം എന്ന് അദ്ദേഹവും ഈ നാട്ടുകാരും ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള പിന്തുണ നമുക്കെല്ലാവരുടെ ഭാഗത്തു നിന്ന് നൽകേണ്ടതുണ്ട്. DAPL നിരീക്ഷകൻ നാസർ ചെർക്കളം, ജില്ലാ പ്രസിഡന്റ് ബേബി മുഹമ്മദ് കുഞ്ഞി,
അബ്ദുൽ ഖാദർ ഹാജി ചെമ്മനാട് എന്നിവരും സൈനുദ്ദീനൊപ്പം വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പ്രവാസി മഹോത്സവം ഹല കാസർഗോഡ് ഗ്രാൻഡ് ഫെസ്റ്റ് 26-ന് ഞായറാഴ്ച ഇത്തിസലാത്ത് അക്കാദമിയിൽ നടക്കും. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രവാസികളുടെ പങ്കാളിത്തം പ്രവാസി മഹോത്സവത്തിന് കൊഴുപ്പേകും. ദുബായ് KMCC കാസർഗോഡ് ജില്ലാ കമ്മിറ്റി ഒരുക്കുന്ന ഈ മഹാസംഗമം പ്രവാസി ചരിത്രത്തിലെ ഏറ്റവും വലിയ ഉത്സവമായി മാറുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പ്രവാസ ലോകത്തിന് പുത്തൻ അനുഭവമായി അരങ്ങേറുന്ന പ്രവാസി മഹോത്സവം സിറ്റി ഗോൾഡ് ഹല കാസർഗോഡ് ഗ്രാൻഡ് ഫെസ്റ്റ് 2025 ദുബായ് ഇത്തിസലാത്ത് അക്കാദമിയിൽ ഒക്ടോബർ 26-ന് ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണി മുതൽ രാത്രി 11 മണി വരെ നടക്കും. പ്രവാസി മഹോത്സവം ഹല കാസർഗോഡ് ഗ്രാൻഡ് ഫെസ്റ്റിൽ 15,000-ഓളം ആളുകളുടെ സാന്നിധ്യമുണ്ടാകും. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രവാസികളുടെ പങ്കാളിത്തം പ്രവാസി മഹോത്സവത്തിന് കൊഴുപ്പേകും. പ്രവാസികളുടെ ഐക്യത്തിൻ്റെയും സാംസ്കാരിക പൈതൃകത്തിൻ്റെയും ഉത്സവമായി അരങ്ങേറുന്ന ഹല കാസർഗോഡ് ഗ്രാൻഡ് ഫെസ്റ്റിനെ വരവേൽക്കുവാൻ പ്രവാസി ലോകം ഒരുങ്ങിക്കഴിഞ്ഞു. ദുബായ് KMCC കാസർഗോഡ് ജില്ലാ കമ്മിറ്റി ഒരുക്കുന്ന ഈ മഹാസംഗമം പ്രവാസി ചരിത്രത്തിലെ ഏറ്റവും വലിയ ഉത്സവമായി മാറുമെന്ന് സംഘാടകർ വ്യക്തമാക്കി. KMCC കാസർഗോഡ് ജില്ലാ കമ്മിറ്റി ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരുടെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു പ്രവാസ ലോകത്തുള്ള എല്ലാ കാസർഗോഡുകാരെയും ഒരു കുടൻകീഴിൽ അണിനിർത്തുക എന്നുള്ളത്. ഒരു ആഘോഷമാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. ഏകദേശം 15,000 മുതൽ 20,000 വരെ ആൾക്കാർ പങ്കെടുക്കാനുള്ള രീതിയിലാണ് കാര്യങ്ങൾ പ്രവർത്തിച്ചു വരുന്നത്. ഏറ്റവും ആസ്വദിക്കാൻ പറ്റുന്ന, അതേപോലെ തന്നെ ആളുകൾക്ക് ഇതുവരെ പ്രവാസി ഭൂമിയിൽ ലഭിക്കാത്ത രൂപത്തിലുള്ള ഒരു നല്ല പരിപാടിയാക്കി മാറ്റാൻ ഞങ്ങൾ ഏറെ ശ്രമിക്കുന്നു. എല്ലാവർക്കും കുടുംബങ്ങൾക്കും കുട്ടികൾക്കൊക്കെ എൻജോയ്മെന്റ് ചെയ്യാനുള്ള ഒരു വലിയൊരു സംഘമായി കാസർഗോഡ് സംഘം. ഒരുപാട് നേതാക്കന്മാർ ഇന്നും നാളെയായി നാട്ടിൽ നിന്നൊക്കെ ഒരു വലിയൊരു ഉത്സവമായിട്ടാണ് കാണുന്നത്. വലിയൊരു മഹാമേള ഞങ്ങൾ ഏകദേശം ഞങ്ങൾക്ക് അതിൻ്റെ ആ ഒരു ഫീഡ്ബാക്ക് ഒക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ സേവനം പൂർണ്ണമായും വേണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് പ്രവാസി മഹോത്സവം അതിൻ്റെ അറേഞ്ച്മെന്റ് നിങ്ങൾക്കറിയാം. ഇത്തിസലാത്ത് അക്കാദമി എന്നുള്ള ഗ്രൗണ്ടിലാണ് നമ്മൾ പ്രോഗ്രാം സംഘടിപ്പിച്ചിരിക്കുന്നത്. 2 സൈഡിലായിട്ട് നമ്മുടെ നാട്ടിലൊക്കെ ഉത്സവം പോലെ തന്നെ ഒരു ഹൈ ലെവലിൽ എത്തിച്ചുകൊണ്ട് കൂടുതൽ പ്രവർത്തകരെ കൂടുതൽ ശ്രീരാമ രീതി പങ്കെടുക്കാനുള്ള ശ്രമം നിങ്ങൾ നടത്തണം. ഇത് ആദ്യത്തെ എഡിഷനാണ്. ഈ ഹല കാസർഗോഡ് ഗ്രാൻഡ് ഫെസ്റ്റ് എന്ന രീതിയിൽ നമ്മൾ ആദ്യത്തെ പരിപാടിയാണ്. ആ രീതിയിലുള്ള കർണാടക ബോർഡറിലുള്ള ആൾക്കാർ കൂടി ഉൾക്കൊള്ളുന്ന സപ്തഭാഷ സംസ്കാരം ഉൾക്കൊള്ളുന്ന ഒരു സാംസ്കാരിക പരിപാടി. ദുബായ് KMCC സംസ്ഥാന ജനറൽ സെക്രട്ടറിയും ഹല കാസർഗോഡ് മുഖ്യ രക്ഷാധികാരിയും കൂടിയായ യഹ്യ തളങ്കര, സംഘാടക സമിതി ചെയർമാൻ സലാം കന്യപ്പാടി, ജനറൽ കൺവീനർ ഹനീഫ് TR, ട്രഷറർ ഡോക്ടർ ഇസ്മായിൽ, സംസ്ഥാന KMCC ഭാരവാഹികളായ അബ്ദുല്ല ആറങ്ങാടി, ഹംസ തൊട്ടി, അഡ്വക്കേറ്റ് ഇബ്രാഹിം ഖലീൽ, അഫ്സൽ മെട്ടമൽ, മീഡിയ വിംഗ് ചെയർമാൻ PD നൂറുദ്ദീൻ, ജില്ലാ സഹഭാരവാഹികളായ KP അബ്ബാസ്, റഫീഖ് പടന്ന, സുബൈർ അബ്ദുല്ല, ബഷീർ പാറപ്പള്ളി, അഷ്റഫ് ബായാർ, ആസിഫ് ഹൊസങ്കടി, റഫീഖ് കാടങ്കോട് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മഞ്ചേശ്വരം ശ്രീറാം ഫൈനാൻസ് ലിമിറ്റഡ് ഉപ്പള ബ്രാഞ്ച് SAT സ്കൂളിൽ ഈ അധ്യയന വർഷത്തിൽ 60% മാർക്ക് നേടിയ വിദ്യാർത്ഥികളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി സ്കോളർഷിപ്പ് വിതരണ ചടങ്ങ് സംഘടിപ്പിച്ചു. 200-ലധികം വിദ്യാർത്ഥികൾക്കാണ് സ്കോളർഷിപ്പുകൾ നൽകിയത്. മഞ്ചേശ്വരം ശ്രീറാം ഫിനാൻസ് ലിമിറ്റഡ് ഉപ്പള ബ്രാഞ്ച് SAT സ്കൂളിൽ ഈ അധ്യയന വർഷത്തിൽ 60%-ലധികം മാർക്ക് നേടിയ വിദ്യാർത്ഥികളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായാണ് സ്കോളർഷിപ്പ് നൽകിയത്. പരിപാടിയിൽ SFL സോണൽ ബിസിനസ് ഹെഡ് ശ്രീജിത്ത് N അധ്യക്ഷത വഹിച്ചു. മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജീൻ ലവീന മൊന്തേറോ, മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അശ്വിനി ML, SAT സ്കൂൾ പ്രിൻസിപ്പൽ സുരേഖ മല്യ, റീജിയണൽ ബിസിനസ് ഹെഡ് മാത്യു എബ്രഹാം എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ചടങ്ങിൽ 200-ലധികം വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പുകൾ വിതരണം ചെയ്തു. ശ്രീറാം ഫിനാൻസ് ഉപ്പള ബ്രാഞ്ചിലെ ജീവനക്കാരും വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളും ചടങ്ങിൽ പങ്കെടുത്തു. അബ്ദുൾ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. സംസ്ഥാന ഇൻക്ലൂസീവ് കായികമേളയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച കാസർഗോഡ് ജില്ലാ ടീമിന് സ്വീകരണം നൽകി. ചെറുവത്തൂർ റെയിൽവേ സ്റ്റേഷനിലാണ് സ്വീകരണം നൽകിയത്. തിരുവനന്തപുരത്ത് വെച്ച് നടന്ന സംസ്ഥാന ഇൻക്ലൂസീവ് കായികമേളയിൽ 14 വയസ്സിന് മുകളിലുള്ള കുട്ടികളുടെ ക്രിക്കറ്റ് മത്സരത്തിൽ വിജയമുദ്രം നുണഞ്ഞതോടെ ഇൻക്ലൂസീവ് കായികമേളയിൽ കാസർഗോഡ് ജില്ല ഇടം നേടി.
200 കായിക പ്രതിഭകളാണ് വിവിധ ഇനങ്ങളിലായി മത്സരത്തിനിറങ്ങിയത്. കായിക പ്രതിഭകൾക്ക് ചെറുവത്തൂർ റെയിൽവേ സ്റ്റേഷനിൽ ഊഷ്മളമായ സ്വീകരണം നൽകി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CV പ്രമീള, സമഗ്ര ശിക്ഷ കേരളം ജില്ലാ പ്രോജക്ട് കോർഡിനേറ്റർ VS ബിജുരാജ്, ചെറുവത്തൂർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ രമേശൻ പുന്നത്തിരിയൻ, ബ്ലോക്ക് പ്രോജക്ട് കോർഡിനേറ്റർ VV സുബ്രഹ്മണ്യൻ, HM ഫോറം കൺവീനർ മുരളീകൃഷ്ണൻ മാസ്റ്റർ, GFVHSS പടനാകടപ്പുറം സ്കൂളിലെ HM നൌഷാദ് KV, KK സജിദ്, M ജാബർ P, PTA പ്രസിഡന്റ് മുഹമ്മദ് കുഞ്ഞി, SMC ചെയർമാൻ സതീശൻ, KV ട്രെയിനർമാരായ P രാജഗോപാലൻ, സതീശൻ U, ക്ലസ്റ്റർ കോർഡിനേറ്റർമാർ, സ്പെഷ്യലിസ്റ്റ് അധ്യാപകർ, സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാർ, രക്ഷിതാക്കൾ എന്നിവർ ചേർന്ന് കുട്ടികളെ സ്വീകരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഗ്രന്ഥകാരനും ഭാഷാധ്യാപകനുമായിരുന്ന മാണിയാട്ട് K ബാലകൃഷ്ണൻ നമ്പ്യാരുടെ പേരിൽ അനുസ്മരണ സമിതി ഏർപ്പെടുത്തിയ 4ാമത് സാഹിത്യ പുരസ്കാരത്തിന് NS മാധവനെ തിരഞ്ഞെടുത്തു. ഒക്ടോബർ 26 വൈകുന്നേരം 3 മണിക്ക് മാണിയാട്ട് വിജ്ഞാനദായിനി വായനശാല ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ നിരൂപകനും ദേശാഭിമാനി വാരിക പത്രാധിപരുമായ ഡോക്ടർ KP മോഹനൻ പുരസ്കാര സമർപ്പണം നടത്തും. ചെറുകഥ, നോവൽ രംഗങ്ങളിലെ സമഗ്ര സംഭാവന മുൻനിർത്തിയാണ് 25,000 രൂപയും പ്രശസ്തി പത്രവുമടങ്ങിയ അനുസ്മരണ സമിതി പുരസ്കാരം നൽകുന്നത്. ഡോക്ടർ C ബാലൻ ചെയർമാൻ, ഡോക്ടർ E ഉണ്ണികൃഷ്ണൻ, ഡോക്ടർ AC ശ്രീഹരി എന്നിവരടങ്ങിയ സമിതിയാണ് അവാർഡ് ജേതാവിനെ തിരഞ്ഞെടുത്തത്. ഇന്ത്യാ ചരിത്രത്തിലെയും നാട്ടുചരിത്രത്തിലെയും നിർണായക പ്രാധാന്യമുള്ള സന്ദർഭങ്ങളെ വിപുലമായ ചർച്ചയ്ക്ക് വിഷയമാക്കുന്ന തരത്തിലുള്ള രചനകളെന്ന നിലയിൽ പ്രത്യേകം പ്രസക്തമാണ് NS മാധവന്റെ കൃതികൾ എന്ന് അവാർഡ് സമിതി വിലയിരുത്തി. ഞങ്ങളുടെ അധ്യാപകനും ഭാഷാ പണ്ഡിതനും ഒക്കെയായിരുന്ന പിന്നീടുകാരുടെ ജീവചരിത്രകാരനായ ബാലകൃഷ്ണൻ നമ്പ്യാർ മാഷ് മരിച്ചിട്ട് 5 വർഷമാവുകയാണ്. അദ്ദേഹത്തിൻ്റെ സ്മരണം മുൻനിർത്തി കേരളത്തിലെ പ്രധാനപ്പെട്ട സാഹിത്യരചനകൾ നിർവഹിച്ച എഴുത്തുകാരെ പുരസ്കാരം വഴി ആദരിക്കുന്ന ഒരു ചടങ്ങ് നമ്മൾ സംഘടിപ്പിക്കാറുണ്ട്. 1975 IAS ലഭിച്ച NS മാധവൻ കേരള സർക്കാർ നികുതി വകുപ്പിൽ സ്പെഷ്യൽ സെക്രട്ടറി ആയിരുന്നു. ദീർഘകാലം ബീഹാർ സർവീസിലും അദ്ദേഹം പ്രവർത്തിച്ചു. KC നാരായണൻ, PN ഗോപികൃഷ്ണൻ, സച്ചിദാനന്ദൻ എന്നിവരാണ് മുൻ വർഷങ്ങളിലെ പുരസ്കാര ജേതാക്കൾ. ഒക്ടോബർ 26 വൈകുന്നേരം മാണിയാട്ട് വിജ്ഞാനദായിനി വായനശാല ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ നിരൂപകനും ദേശാഭിമാനി വാരിക പത്രാധിപനുമായ ഡോക്ടർ KP മോഹനൻ പുരസ്കാര സമർപ്പണം നടത്തും. നാടകകൃത്തും കേരള സംഗീത നാടക അക്കാദമി അംഗവുമായ രാജ്മോഹൻ നീലേശ്വരം അധ്യക്ഷത വഹിക്കും. എഴുത്തുകാരനും പരിസ്ഥിതി പ്രവർത്തകനുമായ ഡോക്ടർ E ഉണ്ണികൃഷ്ണൻ K ബാലകൃഷ്ണൻ നമ്പ്യാർ അനുസ്മരണ പ്രഭാഷണം നടത്തും. എഴുത്തുകാരൻ PK സുരേഷ് കുമാർ പുരസ്കാര ജേതാവിനെ പരിചയപ്പെടുത്തും. MV കോമൻ നമ്പ്യാർ പ്രശസ്തി പത്രം വായിക്കും. KV ഭാർഗവൻ വിജ്ഞാനദായിനി വായനശാലയ്ക്കുള്ള പുസ്തക കൈമാറ്റം നടത്തും. K സുരേഷ് ഏറ്റുവാങ്ങും. ചടങ്ങിന് തുടക്കം കുറിച്ച് സംസ്കൃത മഹേഷ് കവിത അവതരിപ്പിക്കും. വാർത്താസമ്മേളനത്തിൽ MV കോമൻ നമ്പ്യാർ, K മോഹനൻ, EP രാജഗോപാലൻ, രാഘവൻ മാണിയാട്ട് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. ഇന്ത്യൻ അക്യുപങ്ക്ചർ പ്രാക്ടീഷണേഴ്സ് അസോസിയേഷൻ IAPA വാർഷിക സമ്മേളനം കാസർഗോഡ് RK മാളിൽ ശനിയാഴ്ച നടക്കും. രാവിലെ 9 മണി മുതൽ 2 മണി വരെ കാലഘട്ടത്തിൻ്റെ കരുത്ത് എന്ന ബാനറിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ഈ മേഖലയിൽ ശ്രദ്ധേയമായ സംഭാവനകൾ നൽകിയ ഡോക്ടർ ജേക്കബ് വടക്കാഞ്ചേരി പരിപാടി ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മരുന്നുരഹിത ചികിത്സയായ അക്യുപങ്ക്ചർ ചികിത്സകരുടെ പ്രഥമ കൂട്ടായ്മ അതിൻ്റെ സേവനപാതയിൽ 1 പതിറ്റാണ്ട് പിന്നിടുമ്പോൾ സംഘടിപ്പിക്കുന്ന ഈ സമ്മേളനം ആരോഗ്യരംഗത്ത് വലിയ വിപ്ലവങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു. സംസ്ഥാനത്തുടനീളമുള്ള 700-ൽ പരം പ്രതിനിധികൾ സംബന്ധിക്കുന്ന സമ്മേളനത്തിന് സമാപനം കുറിച്ചുകൊണ്ട് പൊതുജനങ്ങൾക്കായി വൈകുന്നേരം 4 മണി മുതൽ 6 വരെ പ്രമേഹം, വൃക്കരോഗങ്ങൾ പരിഹാരമെന്ത് എന്ന വിഷയത്തിൽ അവബോധ ക്ലാസ് സംഘടിപ്പിച്ചിട്ടുണ്ടെന്നും ഭാരവാഹികൾ അറിയിച്ചു. മരുന്നില്ലാതെ രോഗങ്ങൾ സുഖപ്പെടുക എന്നുള്ളതാണ് ലോകം മുഴുവൻ നിരീക്ഷിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. നിങ്ങൾക്ക് ഓസ്ട്രേലിയ, ജർമ്മനി, ഇതുപോലെ തന്നെ സ്വീഡൻ,
ഇങ്ങനെയുള്ള US പോലുള്ള രാജ്യങ്ങൾ, കാനഡയൊക്കെ നിങ്ങൾ അന്വേഷിച്ച് നോക്കിയാൽ അവിടെയൊക്കെ തന്നെ പ്രമേഹത്തിനായാലും ശരി, മറ്റ് നമ്മുടെ നാട്ടിൽ സ്ഥിരം മരുന്ന് കഴിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾക്കായാലും ശരി, മരുന്നില്ലാതെ എങ്ങനെ പരിഹാരം കാണാൻ കഴിയും എന്ന ഗവേഷണത്തിലും അന്വേഷണത്തിലും പഠനത്തിലാണുള്ളത്. ഡയബറ്റിക് പരിപൂർണമായി റിവേഴ്സ് ചെയ്യാൻ കഴിയും എന്ന് തന്നെയാണ് കാനഡയിലും അതേപോലെ തന്നെ US-ലും അതുപോലെ തന്നെ ജർമ്മനിയിലൊക്കെ തന്നെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നമ്മുടെ കേരളത്തിൽ, നമ്മുടെ പ്രബുദ്ധ കേരളത്തിൽ നമ്പർ 1 ചികിത്സാ മേഖല നമ്പർ 1 എന്നൊക്കെ നമ്മൾ പ്രഖ്യാപിക്കും. നമ്മുടെ കേരളത്തിൽ മരുന്ന് കൊടുക്കുന്നതിലാണ് തീവ്രമായ പ്രവർത്തനമായി നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ മരുന്നില്ലാതെ രോഗം സുഖപ്പെടാൻ സാധ്യതയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് മരുന്ന് കൊടുത്ത് ചികിത്സിക്കണം എന്നുള്ളതിനേക്കാളും മരുന്ന്. IAPA പ്രസിഡന്റ് ഷുഹൈബ് റിയാലു, സെക്രട്ടറി CK സുനീർ, ട്രഷറർ കമറുദ്ദീൻ കൗസരി, PRO അഹമ്മദ് ജുനൈദ്, ജോയിന്റ് സെക്രട്ടറിമാരായ സലീന കാസിം, അൽതാഫ് മുഹമ്മദ്, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ സുധീർ സുബൈർ, ജംഷീർ അലി, യൂസഫ് അലി, പ്രോഗ്രാം കൺവീനർ നസീഫ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് വികസന പാക്കേജിൽപ്പെടുത്തി നിർമ്മിച്ച പെരുതടി GLP സ്കൂളിന്റെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടന്നു. പെരുതടിയിൽ വിവിധ വകുപ്പുകളുടെ സഹായത്തോടെ നിർമ്മിച്ച സ്മാർട്ട് അംഗൻവാടിയുടെ ഉദ്ഘാടനവും നടന്നു. കാഞ്ഞങ്ങാട് MLA E ചന്ദ്രശേഖരൻ ഉദ്ഘാടനം നിർവഹിച്ചു. കാസർഗോഡ് വികസന പാക്കേജിൽപ്പെടുത്തി നിർമ്മിച്ച പെരുത്തടി GLP സ്കൂളിന്റെ പുതിയ കെട്ടിടത്തിന്റെയും പെരുത്തടിയിൽ വിവിധ വകുപ്പുകളുടെ സഹായത്തോടെ നിർമ്മിച്ച സ്മാർട്ട് അംഗൻവാടിയുടെയും ഉദ്ഘാടനം നടന്നു. കാഞ്ഞങ്ങാട് MLA E ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. -2 മുതൽ +2 വരെയാണ് ഇപ്പോഴത്തെ നമ്മുടെ വിദ്യാഭ്യാസം പ്രധാനമായും പ്രാഥമികമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ സ്കൂളിൽ വരുന്നതിന് മുമ്പ് വരുന്ന കുട്ടികൾക്കുള്ളതാണ് ഈ പ്രീ പ്രൈമറി പോലുള്ള കാര്യമാണ് ഇപ്പോൾ നമ്മുടെ അംഗൻവാടിയിൽ. അതുപോലെ തന്നെ +2 വരെയുള്ള വിദ്യാഭ്യാസം നമ്മുടെ ഹൈസ്കൂൾ തലങ്ങളിൽ തന്നെ നടക്കുന്നുണ്ട്. അതിനുശേഷം ഉള്ള വിദ്യാഭ്യാസ രംഗം കോളേജ് ഉൾപ്പെടെയുണ്ട്. നമ്മുടെ അംഗൻവാടി കെട്ടിടം കണ്ടാൽ സാമാന്യേന നാട്ടുപുറത്തെ ഏതൊരാൾക്ക് മനസ്സിൽ ഒരു കോളേജിൻ്റെ നിലവാരത്തിൻ്റെ പ്രശ്നമാണ്. ഇല്ല പക്ഷേ നിങ്ങൾ പഠിക്കുമ്പോൾ ഞാൻ പഠിക്കുന്നതിൻ്റെ പറ്റുള്ളൂ എന്ന് പറയുന്നത് ഒരു കോളേജിൻ്റെ നിലവാരമാണ് നമ്മുടെ അംഗൻവാടി കെട്ടിടം. നമ്മുടെ LP സ്കൂൾ കെട്ടിടത്തിൽ മനോഹരമായ കെട്ടിടമാണ്. ഏറ്റവും നല്ല മികവുറ്റ ഒരു വിദ്യാലയമായി ഇത് നിലനിൽക്കുകയും ചെയ്യുന്നു. പനത്തടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രസന്ന പ്രസാദ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PM കുര്യാക്കോസ്, ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ M പത്മകുമാരി, ജില്ലാ നിർമ്മിതി കേന്ദ്രം പ്രൊജക്ട് എഞ്ചിനീയർ V സജിത്, ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ ലത അരവിന്ദൻ, A രാധാകൃഷ്ണഗൌഡ, സുപ്രിയ ശിവദാസ്, അംഗങ്ങളായ സജിനി മോൾ, B, KJ ജെയിംസ്, രാധാ സുകുമാരൻ, KK വേണുഗോപാൽ, ICDS പ്രൊജക്ട് ഓഫീസർ രജനി C, MV കൃഷ്ണൻ, MC മാധവൻ, S മധുസൂദനൻ, S പ്രതാപചന്ദ്രൻ, KP വിനയരാജൻ, കാപ്കോ ഡയറക്ടർ P ജയരാമ സറളായ, PTA പ്രസിഡന്റ് PB ഗണേഷ്, സ്കൂൾ ഹെഡ്മാസ്റ്റർ MK രാജൻ, TP പ്രസന്നൻ, TS വിനോദ് കുമാർ, മുൻ പ്രധാന അധ്യാപകരായ K രമേശൻ, TK എവുജി, ജിൻസി ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട് നഗരസഭ നവീകരിച്ച കൃഷിഭവൻ ഉദ്ഘാടനവും കൃഷി പാഠശാലയും നടന്നു. നഗരസഭാ ചെയർപേഴ്സൺ KV സുജാത ഉദ്ഘാടനം ചെയ്തു. കാഞ്ഞങ്ങാട് നഗരസഭ നവീകരിച്ച കൃഷിഭവൻ ഉദ്ഘാടനവും കൃഷി പാഠശാലയും നടന്നു. കാഞ്ഞങ്ങാട് നഗരസഭയിലെ 11 പാടശേഖര സമിതിയുടെയും കർമ്മസേനയുടെയും കർഷകരുടെയും കാർഷിക ആവശ്യങ്ങൾ വേഗത്തിൽ നടത്തുന്നതിനായി കാഞ്ഞങ്ങാട് നഗരസഭ 2025-26 ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 13 ലക്ഷം രൂപ ചെലവഴിച്ച് നവീകരിച്ച ആധുനിക രീതിയിലുള്ള കൃഷിഭവന്റെ ഉദ്ഘാടനവും കാർഷിക സമൃദ്ധി പദ്ധതിയിലൂടെ ഭാഗമായി കാർഷിക പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യുന്നതിനായുള്ള കൃഷി പാഠശാലയും നടന്നു. നഗരസഭാ ചെയർപേഴ്സൺ KV സുജാത ഉദ്ഘാടനം ചെയ്തു. അതിൻ്റെ നവീകരിച്ച കെട്ടിടോദ്ഘാടനമാണ് ഇത് നടക്കുന്നത്. കാഞ്ഞങ്ങാട് നഗരസഭയെ സംബന്ധിച്ചിടത്തോളം 10 പാടശേഖരങ്ങളിലായി വലിയൊരു വിഭാഗം ജനങ്ങൾ കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ്. ഏറ്റവും കൂടുതൽ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്ന കൃഷിഭവനുകളിൽ ഒന്നാണ് ഈ ജില്ലയിൽ തന്നെ കാഞ്ഞങ്ങാട് കൃഷിഭവൻ. അങ്ങനെയുള്ളൊരു കൃഷിഭവന് ഏറ്റവും നവീകരിച്ച ഒരു ഓഫീസ് കെട്ടിടം ഉണ്ടാവുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു. ഇത് 2025-26 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് 13,50,000 രൂപ ചെലവിലാണ് ഈ ഒരു ഓഫീസ് കെട്ടിടം നവീകരിച്ചിട്ടുള്ളത്. ഏറ്റവും മികവുറ്റ രൂപത്തിൽ ഇവിടെ എത്തിച്ചേരുന്ന കർഷകർക്ക് ഇരിക്കാനുള്ള സൗകര്യം ഉൾപ്പെടെ ഏർപ്പെടുത്തിക്കൊണ്ട് ഏറ്റവും മികച്ച രൂപത്തിലാണ് ഈ ഓഫീസ് സജ്ജീകരിച്ചിട്ടുള്ളത്.
ഓഫീസ് കെട്ടിടം ഉണ്ടാവുക എന്നുള്ളതിനും അപ്പുറത്തേക്ക് കൃഷിക്കാർക്ക് ഏറ്റവും നല്ല സഹായങ്ങൾ, ഏറ്റവും അവരുടെ കൃഷി വികസിപ്പിക്കുന്നതിനും മറ്റുമൊക്കെ ആയിട്ടുള്ള വരുമാന വർധനവിനും ഒക്കെ ആയിട്ടുള്ള സഹായം എത്തിക്കുക എന്നുള്ളത് കൂടിയാണ് കൃഷിഭവൻ്റെ ലക്ഷ്യം. അപ്പോൾ അത് ഏറ്റവും നന്നായി നിർവഹിക്കാൻ ഈ ഓഫീസിനകത്ത് വരുന്നവർക്ക് കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. എല്ലാവിധ ആശംസകളും ഈ കൃഷിഭവൻ്റെ പ്രവർത്തനത്തിന് നേർന്നുകൊണ്ട് കൃഷിഭവൻ്റെ കെട്ടിടം ഉദ്ഘാടനം ചെയ്യുന്നു. വൈസ് ചെയർമാൻ ബിൽടെക് അബ്ദുള്ള അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ കെ വി സരസ്വതി, കെ പ്രഭാവതി, കെ അനീഷൻ, കൗൺസിലർ ടി ബാലകൃഷ്ണൻ, ജില്ലാ കൃഷിഭവൻ ഡെപ്യൂട്ടി ഡയറക്ടർ DL സുമ, കാഞ്ഞങ്ങാട് ബ്ലോക്ക് ADA PV അർച്ചിത, കർമ്മസേന സെക്രട്ടറി N ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. നഗരസഭാ വികസന സ്ഥിരം സമിതി അധ്യക്ഷ കെ ലത സ്വാഗതവും കൃഷി ഫീൽഡ് ഓഫീസർ S രമേഷ് കുമാർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. SYS കാഞ്ഞങ്ങാട് സോൺ സ്നേഹലോകം 26-ന് സൗത്ത് ചിത്താരിയിൽ നടക്കും. ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. സമസ്ത സെന്റിനറിയുടെ ഭാഗമായി സംസ്ഥാനത്തെ 150ഓളം സോൺ കേന്ദ്രങ്ങളിൽ SYS സംഘടിപ്പിക്കുന്ന സമ്മേളനത്തോടനുബന്ധിച്ച് കാഞ്ഞങ്ങാട് സോൺ പ്രതിനിധി സമ്മേളനം 26-ന് സൗത്ത് ചിത്താരിയിൽ നടക്കും. മുത്തുനബിയെക്കുറിച്ച് ആഴത്തിൽ പഠനം നടത്തുന്നതിനു വേണ്ടിയുള്ള വേദിയാണ് സ്നേഹലോകം. രാവിലെ 10 മണി മുതൽ രാത്രി 10 മണി വരെയാണ് പരിപാടി നടക്കുന്നത്. മൊഹ്യുദ്ദീൻ സാദി കൊട്ടുകര ഉദ്ഘാടനം ചെയ്യും. സ്വാഗത സംഘം ചെയർമാൻ അബ്ദുസത്താർ പഴയകടപ്പുറം അധ്യക്ഷത വഹിക്കും. മാധ്യമ നിലപാടിൻ്റെ സൗന്ദര്യം എന്ന വിഷയം SMA സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് അലി സഖാഫി വള്ളിയാടും, തിരുനബിയുടെ കർമ്മപൂതി എന്ന വിഷയം സമസ്ത കേന്ദ്ര മുഷാവറ അംഗം മുഹമ്മദ് അലി സഖാഫി തൃക്കരിപ്പൂരും അവതരിപ്പിക്കും. ജാമിയ മർക്കസ് പ്രൊഫസറും കേരളത്തിലെ അറിയപ്പെട്ട പ്രഭാഷകനുമായ മൊഹ്യുദ്ദീൻ സാദി കൊട്ടുകരയാണ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത്. വൈകുന്നേരം 4 മണിക്ക് നടക്കുന്ന സെമിനാർ കേരള കൗമുദിയുടെ സീനിയർ റിപ്പോർട്ടർ ഉദിനൂർ സുകുമാരൻ അടക്കമുള്ള സാംസ്കാരിക രംഗത്തെ പ്രമുഖരും സംഘടനാ രംഗത്തെ പ്രമുഖരും പങ്കെടുക്കുന്ന സെമിനാർ അടക്കം എല്ലാ പരിപാടികളിലേക്കും ഇവിടെയുള്ള എല്ലാ മാധ്യമപ്രവർത്തകരെയും അതോടൊപ്പം നിങ്ങളിലൂടെ ഇത് എത്തുന്ന ഈ സന്ദേശം എത്തുന്ന എല്ലാവരെയും വിശദമായി ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങളുടെയൊക്കെ സാന്നിധ്യം ഞങ്ങളെ വളരെയേറെ സന്തോഷിക്കുമെന്ന് അറിയിക്കുന്നു. ഹംസ, മിസ്ബാഹി ഓട്ടപ്പടവ്, നബി സ്നേഹത്തിന്റെ മധുരം, സയ്യിദ് ജലാലുദ്ദീൻ സാദി അൽ ബുഖാരി ഉസ്രത്തുൽ ഹസന എന്ന വിഷയവും അവതരിപ്പിക്കും. കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താ സമ്മേളനത്തിൽ VC അബ്ദുല്ല സാദി, അബ്ദുല്ല ഹമീദ് മൗലവി, കൊളവയൽ ബഷീർ മങ്കയം, അബ്ദുസത്താർ പഴയകടപ്പുറം, മടിക്കെ അബ്ദുല്ല ഹാജി, മുഹമ്മദ് റഷാദ് ഹിമമി, BK അബ്ദുറഹ്മാൻ ഹാജി, സുബൈർ പടന്നക്കാട്, നൌഷാദ് ചുള്ളിക്കര, അബ്ദുൽ അസീസ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDFനെ വിജയിപ്പിക്കണമെന്ന ആവശ്യം മോട്ടോർ ട്രാൻസ്പോർട്ട് എംപ്ലോയീസ് യൂണിയൻ കാഞ്ഞങ്ങാട് ഡിവിഷൻ കുടുംബസംഗമം നടന്നു. മോട്ടോർ ട്രാൻസ്പോർട്ട് എംപ്ലോയീസ് യൂണിയൻ കാഞ്ഞങ്ങാട് ഡിവിഷൻ കുടുംബസംഗമം കുന്നുമ്മൽ അഴീക്കോടൻ സെന്ററിലാണ് നടന്നത്. നടന്ന സംഗമം യൂണിയൻ ജില്ലാ സെക്രട്ടറി ഗിരികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് ജില്ലാ കമ്മിറ്റി ആ ഒരു തീരുമാനമെടുത്തു. കാസർഗോഡ് ജില്ലയിലാണെങ്കിൽ കേരളത്തിലാണെങ്കിൽ 35 ലക്ഷത്തോളം വരുന്ന CDU മെമ്പർമാരുണ്ട്. 35 ലക്ഷം CDU മെമ്പർമാരുണ്ട് എന്ന് പറയുമ്പോൾ അവരുടെ കുടുംബാംഗങ്ങളടക്കം എത്ര വരുമെന്ന് നിങ്ങൾ കണക്കൂട്ടിയാണ്. കാസർഗോഡ് ജില്ലയിൽ 75,000 മെമ്പർമാരുണ്ട്. ആ 75,000 മെമ്പർമാരെയും ഒന്നിച്ച് വിളിച്ചിരുത്തി അവരുടെ കുടുംബാംഗങ്ങളടക്കം വിളിച്ചിരുത്തി ഒരു പരിപാടി നടത്തുക എന്നുള്ളത് അപ്രയോഗിക്കണം. അതുകൊണ്ടാണ് തീരുമാനിച്ചത്. എല്ലാ ഘടക യൂണിയൻ്റെയും 36 ജില്ലാ യൂണിയനുണ്ട്, 32 സംസ്ഥാന യൂണിയനുണ്ട്. ഈ യൂണിയൻ്റെ എല്ലാ കുടുംബസംഗമങ്ങൾ അതത് യൂണിയൻ വിളിച്ചു ചേർത്ത് നടത്തണം. കാരണം അപ്പോഴാണ് നമ്മൾക്ക് സൗകര്യപ്രദമായിട്ട് ഇരിക്കാനും കാര്യങ്ങൾ പറയാനും ആൾക്കാരെ പങ്കാളിത്തം ഉണ്ടാക്കാൻ കഴിയുക എന്നതുകൊണ്ടാണ് ആ രീതിയിൽ തീരുമാനം. നമ്മുടെ ജില്ലാ കമ്മിറ്റി മോട്ടോർ ട്രാൻസ്പോർട്ട് എംപ്ലോയീസിൻ്റെ ജില്ലാ കമ്മിറ്റി യോഗം ചെയ്തപ്പോൾ ആ തീരുമാനം നടപ്പിലാക്കാൻ വേണ്ടി തീരുമാനിച്ചപ്പോഴും അത് ജില്ലയിലാകെ ഓരോ കുടുംബസംഘവും വിളിച്ചു ചേർക്കാൻ എത്തിപ്പെടാനുള്ള ബുദ്ധിമുട്ട് ഇപ്പോഴെല്ലാവർക്കും തിരക്കാണ്, ആർക്കും സമയമില്ല. കുടുംബാംഗങ്ങളാണ് ഏറ്റവും പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ മെമ്പർമാരെ വർഷത്തിന് സമ്മേളനങ്ങളും കമ്മിറ്റി യോഗങ്ങളിലെല്ലാം വിളിച്ചു ചേർത്ത് കാര്യങ്ങൾ പറയുന്നത്. ഡിവിഷൻ പ്രസിഡന്റ് KV രാഘവൻ അധ്യക്ഷത വഹിച്ചു. പ്രഭാകരൻ അയ്യങ്കാവോ, PP ദാമോദരൻ, KM രാജീവൻ എന്നിവർ സംസാരിച്ചു.
CV ശശിധരൻ സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മയക്കുമരുന്നും അന്യസംസ്ഥാന മദ്യവും കടത്തിയ കേസിൽ പ്രതിക്ക് 7 വർഷം കഠിന തടവ് ശിക്ഷ. ആറങ്ങാടി സ്വദേശി അബ്ദുൽ ഷഫീഖിനെയാണ് ജില്ലാ സെഷൻസ് കോടതി ശിക്ഷിച്ചത്. കാസർഗോഡ് നെല്ലിക്കുന്ന് തങ്ങൾ ഉപ്പാപ്പ ഉറൂസ് ജനുവരി 7 മുതൽ 11 ദിവസങ്ങളിലായി നടക്കും. മതപ്രഭാഷണ പരമ്പരയിൽ പ്രമുഖ വാഗ്മികളും സൂഫി വര്യരും പങ്കെടുക്കും. COA കാസർഗോഡ് മേഖലാ ജനറൽ ബോഡി യോഗം നടന്നു. ഇതോടൊപ്പം ടെക്നിക്കൽ വർക്ക്ഷോപ്പും സംഘടിപ്പിച്ചു. ജില്ലാ പ്രസിഡന്റ് VV മനോജ് ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് ഇന്നോവ കാറിൽ മാലിന്യം ചാക്കുകളിലായി നിറച്ചുകൊണ്ടുവന്ന് ദേശീയപാതയ്ക്കരികിൽ തള്ളിയ യുവാവിനെ കണ്ടെത്തി. 25,000 രൂപ പിഴ ചുമത്തി. കേരളത്തിലെ രണ്ടാമത്തേതും കാസർഗോഡ് ജില്ലയിലെ ആദ്യത്തേതുമായ വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ് പ്രവൃത്തിയുടെ ഉദ്ഘാടനം നടന്നു. മഞ്ചേശ്വരം MLA AKM അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. തദ്ദേശ തിരഞ്ഞെടുപ്പ് അടുക്കവേ കുമ്പളയിൽ പഞ്ചായത്ത് പ്രസിഡന്റാകുവാൻ പ്രമുഖർ രംഗത്ത്. വിവിധ രാഷ്ട്രീയ പാർട്ടികളിലെ പ്രമുഖർ തങ്ങളുടെ സാധ്യതകൾ ഉറപ്പിക്കുവാനുള്ള തത്രപ്പാടിൽ. സംസ്ഥാന ഇൻക്ലൂസീവ് കായികമേളയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച കാസർഗോഡ് ജില്ലാ ടീമിന് സ്വീകരണം നൽകി. ചെറുവത്തൂർ റെയിൽവേ സ്റ്റേഷനിലായിരുന്നു സ്വീകരണം. ഇതോടുകൂടി ഈ ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.